നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് 80ാം പിറന്നാൾ. ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. പിണറായിക്ക് ജന്മദിനാശംസകൾ അറിയിച്ച നിരവധി പേർ. സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് 100 രൂപ കൂട്ടിക്കൊടുക്കാൻ കഴിയാത്ത സർക്കാർ 100 കോടി ചെലവാക്കി ദൂർത്തടിക്കുന്നുവെന്ന് NDA വൈസ് ചെയർമാൻ PK കൃഷ്ണദാസ്. 2016 ശേഷം കേരളം നേരിട്ട ഏറ്റവും വലിയ ദുരന്തമാണ് പിണറായി സർക്കാരെന്നും PK കൃഷ്ണദാസ്. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ വർധന. മെയ് മാസത്തിൽ ഇതുവരെ 273 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ആശങ്ക വേണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ. സംസ്ഥാനത്ത് ഇന്നു മുതൽ 3 ദിവസം അതീവ ജാഗ്രത. 3 ദിവസത്തേക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം പുറപ്പെടുവിച്ചു. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് 80ാം പിറന്നാൾ. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ആഘോഷങ്ങളൊന്നുമില്ലാതെയാണ് 80ാം പിറന്നാളും പിണറായിക്ക്. കണ്ണൂർ ജില്ലയിൽ പിണറായിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് കടന്നുവന്ന പിണറായി വിജയന്റെ ജീവിതം പോരാട്ടത്തിന്റെ കഥയാണ്. നിലപാടുകളിൽ കണിശതയും കർക്കശവുമാണ് വിജയനിലെ നേതാവിനെ വാർത്തെടുത്തത്. കേരള രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ ശബ്ദം, ശക്തമായ നിലപാടുകളും ഭരണമികവും, പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാതൃകാപരമായ നേതൃത്വം. പിണറായി വിജയൻ എന്ന നേതാവിന്റെ കരുത്തും ഇരുത്തവും കേരളം പലകുറി കണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് നീതി പുലർത്തുമ്പോഴും പ്രായോഗികവാദിയായ നേതാവായാണ് പിണറായി വിജയൻ അറിയപ്പെടുന്നത്. കണ്ണൂരിലെ പിണറായിയിൽ 1945 മെയ് 24 മുണ്ടയിൽ കോരന്റെയും ആലങ്കണ്ടി കല്യാണിയുടെയും മകനായി ജനിച്ച പിണറായി വിജയൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. 26ാം വയസ്സിൽ 1970 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയ പിണറായി വിജയൻ 1977 1991 കൂത്തുപറമ്പിൽ നിന്ന് വിജയം ആവർത്തിച്ചു. 1996 പയ്യന്നൂരിൽ നിന്നും 2016 2021 ധർമ്മടത്തു നിന്നും പിണറായി വിജയൻ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ പാർട്ടിയെ കണിശതയോടെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. വിവാദങ്ങളും വിമർശനങ്ങളും നേരിടുമ്പോഴും പറഞ്ഞതിൽ പാറ പോലെ ഉറച്ചു നിന്നു. 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ച പിണറായി വിജയൻ 2021 മുന്നണിക്ക് തുടർഭരണം ഉറപ്പാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. മുഖ്യമന്ത്രി പിണറായി വിജയന് പിറന്നാൾ ആശംസ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. നിരവധി പേരാണ് പിണറായിക്ക് 80ാം ജന്മദിനാശംസകൾ അറിയിച്ചത്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ ക്ലിഫ് ഹൗസിലെത്തി ആശംസ നേർന്നു. സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് 100 രൂപ കൂട്ടിക്കൊടുക്കാൻ കഴിയാത്ത സർക്കാർ 100 കോടി ചെലവാക്കി ദൂർത്തടിക്കുന്നുവെന്ന് NDA വൈസ് ചെയർമാൻ PK കൃഷ്ണദാസ്. 2016 ശേഷം കേരളം നേരിട്ട ഏറ്റവും വലിയ ദുരന്തമാണ് പിണറായി സർക്കാരെന്നും ഗവൺമെന്റ് നേട്ടമായി പറയാൻ ഒന്നും തന്നെയില്ലെന്നും എല്ലാം കേന്ദ്ര പദ്ധതികളാണെന്നും PK കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. പിണറായി സർക്കാരിനെ താഴെ ഇറക്കുന്നതുവരെ സമരം തുടരുമെന്നും മെയ് 26 സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷനും NDA ചെയർമാനുമായ രാജീവ് ചന്ദ്രശേഖർ ധർണ ഉദ്ഘാടനം ചെയ്യുമെന്നും PK കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷം CPMും LDFും സംസ്ഥാന സർക്കാരും ആർഭാടപൂർവം ആഘോഷിക്കുകയുണ്ടായി. 100 ദിവസമായി സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് 100 രൂപ പോലും കൂട്ടിക്കൊടുക്കാൻ പണമില്ലാത്ത സർക്കാർ 100 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികം ആർഭാടപൂർവ്വം ധൂർത്തടിച്ച് ആഘോഷിക്കുന്നത്. ഈ പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷം ദേശീയ ജനാധിപത്യ സഖ്യത്തെ മാത്രമല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളെയും ആശ്ചര്യപ്പെടുത്തുകയുണ്ടായി, അത്ഭുതപ്പെടുത്തുകയുണ്ടായി. എന്താണ് ആഘോഷിക്കാനുള്ളത് എന്നതാണ് എല്ലാ ജനങ്ങളും ചിന്തിക്കുന്നത്. കാരണം കഴിഞ്ഞ 2016 ശേഷം സംസ്ഥാനത്ത് നിരവധി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഓഖി ദുരന്തമാവാം, നിപ്പയാവാം, പ്രളയമാവാം, അതേപോലെ തന്നെ കൊറോണയാവാം, ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അങ്ങനെ നിരവധി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ 2016 നടന്നിട്ടുള്ള ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തമാണ് പിണറായി സർക്കാർ. DCC മുൻ ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം BJPയിൽ ചേർന്നു. കട്ടപ്പനയിൽ BJP ഇടുക്കി സൗത്ത് സംഘടനാ ജില്ലയുടെ വികസിത കേരളം കൺവെൻഷനിലാണ് ബെന്നി BJP അംഗത്വം സ്വീകരിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അംഗത്വം നൽകി.
ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി ശ്രദ്ധ നേടിയ അടിമാലി സ്വദേശി മറിയക്കുട്ടി BJPയിൽ CPM നാട് കൊള്ളടിക്കുകയാണെന്നും നേതാക്കൾ ഖദറിട്ട് നടന്നാൽ വിശപ്പ് മാറില്ലെന്നും BJP തന്നെ വളർത്തുമെന്നും മറിയക്കുട്ടി പറഞ്ഞു. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ച അടിമാലി സ്വദേശി മറിയക്കുട്ടി അംഗത്വം സ്വീകരിച്ചെന്ന BJPയാണ് അറിയിച്ചത്. വികസിത കേരളം കൺവെൻഷന്റെ ഭാഗമായി തൊടുപുഴയിൽ നടന്ന പരിപാടിയിൽ മറിയക്കുട്ടി വേദിയിലെത്തിയിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മറിയക്കുട്ടിയെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഈ സമയത്താണ് മറിയക്കുട്ടി അംഗത്വം സ്വീകരിച്ചെന്ന BJP പ്രഖ്യാപിച്ചത്. നേരത്തെ KPCC മറിയക്കുട്ടിക്ക് വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. CPM നാട് കൊള്ളടിക്കുകയാണെന്നും നേതാക്കൾ ഖദറിട്ട് നടന്നാൽ വിശപ്പ് മാറില്ലെന്നും BJP തന്നെ വളർത്തുമെന്നും മറിയക്കുട്ടി പ്രതികരിച്ചു. M5 ന്യൂസ് ഇടുക്കി. BJPയിൽ ചേർന്ന മറിയക്കുട്ടിയെ പരിഹസിച്ച KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വീട് നൽകിയവരെ വേണ്ടെന്ന് വെച്ച് കിണറ്റിൽ വീണ പൂച്ചയെടുക്കാൻ വന്നവരുടെ പാർട്ടിയിൽ ചേർന്നുവെന്നാണ് പരിഹാസം. മറിയക്കുട്ടിയുടെ പേര് പറയാതെയാണ് മറുപടി. ആപത്ഘട്ടത്തിൽ കോൺഗ്രസ് കൂടെ നിന്നില്ലെന്ന് മറിയക്കുട്ടി പറഞ്ഞത് ജനം വിലയിരുത്തേണ്ടതാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. വീടില്ലാത്ത എല്ലാവർക്കും വീട് വേണമെന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് സ്വയം പുകഴ്ത്തലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ത് ചെയ്തില്ല എന്ന ഇത് നോക്കിയാൽ മതിയെന്നും അദ്ദേഹം പരിഹസിച്ചു. ദേശീയപാത പൊളിഞ്ഞു വീഴുന്നത് പോലെ സർക്കാരിന്റെ വ്യാജ നിർമ്മിതികളും പൊളിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 326 പേജുള്ള സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വിവിധ മേഖലകളിലായി സർക്കാർ സൃഷ്ടിച്ച തൊഴിലവസരങ്ങളും കിഫ്ബി വഴി നടപ്പിലാക്കിയ പദ്ധതികളും അക്കമിട്ട് വിവരിച്ചിരുന്നു. വിഴിഞ്ഞം പദ്ധതി, മലയോര തീരദേശ റോഡ് വികസനം, K-ഫോൺ അടക്കം നേട്ടങ്ങളായി സർക്കാർ അവതരിപ്പിച്ചു. ദേശീയപാതയെ പ്രധാന നേട്ടമായും പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉയർത്തിയിരുന്നു. എന്നാൽ ഇവയെല്ലാം വ്യാജ അവകാശവാദങ്ങളെന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളിൽ വില വർദ്ധിപ്പിച്ചത് UPA സർക്കാരാണെന്ന് VD സതീശൻ പറഞ്ഞു. അശാസ്ത്രീയ നിർമ്മിതികളാണ് നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ദേശീയപാതയിൽ 100-ലധികം വിള്ളലാണ് ഉള്ളത്. പാലാരിവട്ടം പാലം ഇതുപോലെ തകർന്നു വീണോ അദ്ദേഹം ചോദിച്ചു. നമുക്കറിയാം, സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്നലെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി. ആ പ്രോഗ്രസ് റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഒരു സ്വയം പുകഴ്ത്തൽ റിപ്പോർട്ടാണെങ്കിലും അതിലെ വിവിധ ഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോൾ സർക്കാർ എന്ത് ചെയ്തില്ല എന്നതാണ് ആ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെല്ലാം. ഈ ഹൈവേ തകർന്ന് വീഴുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതുകൊണ്ട് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം നാഷണൽ ഹൈവേ പണിതെന്നുള്ളത്. അതിനിടയിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ആ മുതൽ ക്ഷ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു പങ്കില്ല എന്ന് 100 സ്ഥലത്തായി ഇപ്പോൾ വിള്ളൽ വീഴുന്നു. അത് പറഞ്ഞോടുകൂടി തീർത്തു. യഥാർത്ഥത്തിൽ ഈ ഒലിച്ചു പോകുന്ന മണ്ണിൽ പണിതുയർത്തിയ നിർമ്മിതികൾ തകർന്നു വീഴുന്നത് പോലെ കാലിൻ്റെ അടിയിൽ നിന്നും മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സർക്കാർ കെട്ടിപ്പൊക്കിയ വ്യാജ അവകാശവാദങ്ങളെല്ലാം നിലംപതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഹൈവേ വീഴുന്നത് പോലെയാണ് സർക്കാരിൻ്റെ അവകാശവാദങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഹൈവേയുടെ കാര്യത്തിൽ വളരെ തെറ്റായ ചില കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. ഒന്ന്, UDF സർക്കാരിൻ്റെ കാലത്ത് ദേശീയപാതക്കാരെ അടച്ചുപൂട്ടിപ്പോയെന്നാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 30 മീറ്ററിൽ പണിയണമെന്നായിരുന്നു VS അച്യുതാനന്ദൻ്റെ കാലത്തോട്ടുള്ള കാര്യം. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ വർധന. മെയ് മാസത്തിൽ ഇതുവരെ 273 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഇടവേളകളിൽ കോവിഡ് കേസുകൾ കൂടുന്നത് സ്വാഭാവികമാണെന്നും ആശങ്ക വേണ്ടെന്നും ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. ആരോഗ്യ മന്ത്രാലയം തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 95 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. മെയ് 2ാം വാരം 69 പേർക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്താകെ 164 പേർ ചികിത്സ തേടി. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കേരളത്തിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. തമിഴ്നാട്ടിൽ 34, മഹാരാഷ്ട്രയിൽ 44 എന്നിങ്ങനെയാണ് കണക്കുകൾ. UPയിൽ ഒരൊറ്റ കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് കണക്ക് ശേഖരണം കൃത്യമായി നടക്കുന്നതിന് തെളിവാണ് ഇതെന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത്. കേരളത്തിൽ 273 കേസുകൾ മെയ്യിൽ റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ കോട്ടയത്താണ് 82 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരത്ത് 73, എറണാകുളത്ത് 49, പത്തനംതിട്ടയിൽ 30, തൃശൂരിൽ 26 എന്നിങ്ങനെയാണ് ജില്ലാ കണക്കുകൾ. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ ജില്ലകൾ ജാഗ്രത പാലിക്കണമെന്നാണ് മുൻകരുതൽ നിർദ്ദേശം. ആശങ്ക വേണ്ട എന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. കോവിഡിന്റെ താരതമ്യേന വീര്യം കുറഞ്ഞ ഒമിക്രോൺ വകഭേദത്തിന്റെ ഉപശാഖകളാണ് ഇപ്പോൾ പടരുന്നത്. സാമൂഹ്യപരമായി ആർജിച്ച രോഗപ്രതിരോധ ശേഷി ഗുരുതര രോഗം തടയുമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ പ്രായമായവരെയും ശ്വാസകോശ രോഗങ്ങളുള്ളവരെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കണം. അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്.
മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന ഭാഗത്തെ റോഡ് അടച്ചു. ഡിസാസ്റ്റർ ടൂറിസമായി കാണരുതെന്ന് മലപ്പുറം കളക്ടർ VR വിനോദ് വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ഉടൻ സന്ദർശനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. നിർമ്മാണത്തിൽ അപാകതകളുണ്ടോ, പരിഹാരമാർഗം എന്തൊക്കെയെന്നിവ അടങ്ങിയതായിരിക്കും റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ മറുപടി പറയുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരുന്നു. കൂരിയാടിന് സമീപ പ്രദേശത്തെ വീടുകളും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ഭീഷണിയിലാണ്. ഡിസാസ്റ്റർ ടൂറിസം ഒഴിവാക്കണമെന്ന് മലപ്പുറം കളക്ടർ VR വിനോദ് പറഞ്ഞു. സ്ഥലത്ത് പോലീസിനെ നിയോഗിക്കുന്നത് ആലോചിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ രണ്ട് പ്രശ്നമാണ് ഇപ്പോഴും കാണുന്നത്. ഒന്നാമത് ട്രാഫിക് കഞ്ചഷൻ ഉണ്ടാകുന്നത്, ഡൈവേർഷൻ മുഖേന ട്രാഫിക് കഞ്ചഷൻ ഉണ്ടാകും. അപ്പോൾ അത് കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് വളരെയധികം ജനങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ആ സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗം കൊളാപ്സ് ആയിരിക്കുന്നു, വളരെ കൊളാപ്സായ രീതിയിലാണ് നമ്മൾ റോഡ് കാണുന്നത്. അപ്പോൾ അത് വേറൊരു ദുരന്തം ഉണ്ടാകാൻ ഇടവരാത്ത രീതിയിൽ കൂടുതൽ ജനങ്ങൾ ഈ ടൂറിസ്റ്റ് ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്ന രീതിയിൽ അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥന. നമ്മൾ കഞ്ചഷൻ ഇല്ലാത്ത രീതിയിൽ ട്രാഫിക് ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട റോഡ് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് കഞ്ചഷൻ ഉണ്ടെന്നുള്ളത് ഫാക്റ്റാണ്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. RTOയിൽ നിന്നും പോലീസിൽ നിന്നും തഹസിൽദാർമാരിൽ നിന്നും ലോക്കൽ പബ്ലിക്കിൽ നിന്നും ഇൻപുട്സ് എടുത്തിട്ട് ഏത് രീതിയിലാണ് ചില സ്ഥലങ്ങളിൽ വൺ വേ ആക്കുന്നതിനും പ്രാദേശികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ചെറിയ റോഡുകളായതുകൊണ്ട് അക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വേണം ഒരു ട്രാഫിക് ഡൈവേർഷൻ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ അഭ്യർത്ഥിക്കേണ്ട കാര്യം കൂടുതൽ ജനങ്ങൾ ആ പ്രദേശത്തോട്ട് സന്ദർശിക്കരുത്. നമുക്കൊരു അതിന് നമ്മൾ തീരുമാനം എടുക്കാൻ പോവുക, തടയേണ്ടി വരും. എന്ന് വെച്ചാൽ ആ ഡെബ്രിസ് മാറ്റേണ്ട വർക്ക് തുടങ്ങേണ്ടി വരും. റൈറ്റ് ഹാൻഡ് സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. ആ റോഡിൻ്റെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് സർവീസ് റോഡ് ഡാമേജല്ല. അപ്പോൾ അത് ട്രാഫിക്കിന് തുറന്നു കൊടുക്കാൻ പറ്റിയാൽ കുറേ ട്രാഫിക് പ്രശ്നങ്ങൾ. പക്ഷെ അതിന് അനുകൂലമായിട്ടൊരു റിപ്പോർട്ടാണ് പ്രിലിമിനറി ആയിട്ട് എക്സ്പേർട്സ് തന്നിരിക്കുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ്. പക്ഷെ അതിന് കുറച്ച് കറക്ഷൻ ചെയ്തതിന് ശേഷം റൈറ്റ് ഹാൻഡ് സൈഡ് തുറന്നു കൊടുക്കണം. അപ്പോൾ അതിനുള്ള പ്രവൃത്തി നമുക്ക് ചെയ്തു പറ്റും. അതേസമയം കൂരിയാടിന് സമീപം താമസിക്കുന്നവരും ആശങ്കയിലാണ്. കൂരിയാട് സ്വദേശി ഷെരീഫയുടെ വീട് അപകട ഭീഷണിയിലായിട്ട് നാളുകൾ ഏറെയായി. ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള അശാസ്ത്രീയ ഓവുചാൽ നിർമ്മാണം കാരണം മാലിന്യമെല്ലാം ഒഴുകിയെത്തുന്നത് ഷെരീഫയുടെ വീട്ടുമുറ്റത്തേക്കാണ്. M5 ന്യൂസ് മലപ്പുറം. മലപ്പുറം കാളിക്കാവിലെ ആളക്കൊല്ലിക്കടുവ കേരള സ്റ്റേറ്റിൽ എന്ന നിഗമനത്തിൽ വനംവകുപ്പ്. പരിസരവാസികൾ ജാഗ്രത പാലിക്കണമെന്നും വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരള എസ്റ്റേറ്റിനടുത്തുള്ള മദാരിക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ കാൽപ്പാടുകൾ കണ്ടെത്തി. പരിസരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഈ മാസം 15-നാണ് കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ലാമൂല പാലത്തിങ്ങലിലെ കളപ്പറമ്പിൽ ഗഫൂർ അലിയെ കടുവ ആക്രമിച്ചു തിന്നത്. സുഹൃത്തായ അബ്ദുൽ സമദ് കണ്ടു നിൽക്കെയാണ് കടുവ ഗഫൂറിനുമേൽ ചാടി വീണ് കഴുത്തിനുമേൽ പിടിച്ച് കടിച്ചു വീഴ്ത്തി വലിച്ചുകൊണ്ടുപോയത്. സംഭവത്തിന് പിന്നാലെ കടുവയ്ക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ് വനം വകുപ്പ്. 20 അംഗങ്ങൾ വീതമുള്ള 3 RRT സംഘങ്ങളായാണ് തെരച്ചിൽ നടത്തുന്നത്. ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളും ഡ്രോണുകളും ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് വനം വകുപ്പ് തുടരുന്നത്. കടുവ കേരള എസ്റ്റേറ്റ് ഭാഗം വിട്ട് മറ്റെവിടെയെങ്കിലും പോയിട്ടില്ല എന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. മലപ്പുറം കാളികാവ് കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലെ ആർത്തല, മഞ്ഞൾപ്പാറ, മദാരിക്കുണ്ട്, സുൽത്താന എസ്റ്റേറ്റ്, കേരള എസ്റ്റേറ്റ്, പാറശ്ശേരി, അടയ്ക്കാക്കുണ്ട്, 70 ഏക്കർ, 50 ഏക്കർ, പാന്ത്ര മുതലായ ഭാഗങ്ങളിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ ആളുകൾ പരമാവധി ജാഗ്രത പുലർത്തണമെന്ന് വനം വകുപ്പ് അറിയിച്ചിരുന്നു. രാവിലെയും വൈകുന്നേരങ്ങളിലും ഒറ്റയ്ക്കുള്ള സഞ്ചാരം പരമാവധി ഒഴിവാക്കണമെന്ന് വനം വകുപ്പ് ആവശ്യപ്പെട്ടു. കടുവയെ പിടികൂടുന്നതിനുള്ള എല്ലാ നടപടികളും ഊർജിതമായി പുരോഗമിക്കുകയാണ്. പൊതുജനങ്ങൾ ദയവായി സഹകരിക്കണമെന്നും വനം വകുപ്പ് ആവശ്യപ്പെട്ടു. അതിനിടെ സുൽത്താൻ ബത്തേരിയിൽ വീണ്ടും പുലിയിറങ്ങി. പാട്ടവയൽ റോഡിൽ സെന്റ് ജോസഫ് സ്കൂളിന് സമീപമാണ് പുലിയെ കണ്ടത്. മതിലിൽ നിന്ന് സമീപത്തെ പറമ്പിലേക്ക് ചാടുന്ന പുലിയുടെ മൊബൈൽ ദൃശ്യം പകർത്തിയത് ഇതുവഴി സഞ്ചരിച്ച യാത്രക്കാരാണ്. M5 ന്യൂസ് മലപ്പുറം. ഓടിക്കൊണ്ടിരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ കത്തി നശിച്ചു. കരുളായി സ്വദേശിയുടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് വെള്ളാമ്പ്രം റെയിൽവേ അണ്ടർപാസിന് സമീപത്ത് വെച്ച് പൂർണ്ണമായും കത്തി നശിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 6 മണിയോടെയാണ് സംഭവം. പുകയിരുന്നത് കണ്ടതോടെ വാഹനം റോഡരികിൽ നിർത്തുകയായിരുന്നു. സ്കൂട്ടർ പൂർണ്ണമായും കത്തി നശിച്ചു. പുതിയ സ്കൂട്ടറാണ് കത്തി നശിച്ചത്. വണ്ണൂർ വാണിയമ്പലത്ത് യുവാവിന് തെരുവ് നായയുടെ ആക്രമണത്തിൽ പരിക്ക്. അമരമ്പലം സ്വദേശി എലാട്ടുപറമ്പിൽ സമീറിനാണ് കാലിന് കടിയേറ്റത്. കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് 2:45ഓടെയാണ് സംഭവം. വാണിയമ്പലം താളിയംകുണ്ട് റോഡരികിൽ ചത്ത് കിടക്കുന്ന പട്ടിക്കുട്ടിയുടെ അടുത്ത് വെച്ചാണ് അതുവഴി പോയ സമീറിനെ അമ്മപ്പട്ടി ആക്രമിച്ചത്.
ഇടതുകാലിന്റെ മുട്ടിന് താഴെയാണ് കടിച്ചത്. മുറിവേറ്റ സമീർ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വാണിയമ്പലം അങ്ങാടിയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇന്നലെ വാണിയമ്പലത്ത് വെച്ചുകൊണ്ട് ഒരു ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ ഇവിടെ കുറച്ച് തെരുവ് നായ്ക്കളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ തെരുവ് നായ്ക്കളുടെ ഇടയിൽ പെട്ടെന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയോടും കൂടി നായ് വന്നുകൊണ്ട് പെട്ടെന്ന് കടിച്ചാണ്. അപ്പോൾ ഒരു നായ അവിടെ ചത്ത് കിടക്കുന്നുണ്ടായിനി. അതിൻ്റെ കുട്ടിയെ പട്ടിയാണ് കടിച്ചിരുന്നത്. പട്ടീൻ്റെ കുട്ടി കടിച്ചിരുന്നത്. അപ്പോൾ പട്ടിനെ കൂട്ടം കാണാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് വന്നുകൊണ്ട് കടിച്ചാണ്. ഈ കോഴിക്കാല് മറ്റേ മറിച്ചിട്ടുണ്ടൊക്കെ വെച്ച് പെട്ടെന്ന് വന്നുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ അടിയിലായിങ്ങാണ്ട് പെട്ടെന്ന് കടിച്ചാണ്. അപ്പോൾ കാലിന് മുറിയും കാര്യങ്ങളൊക്കെ ആയും ചെയ്തിട്ട് ഇപ്പോൾ ഇന്നലെ വണ്ടൂർ പോയിങ്ങാണ്ട് ഹോസ്പിറ്റലിൽ പോയിങ്ങാണ്ട് സൂചി കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചും ചെയ്തൊക്കെ ചെയ്തിരിക്കണ്. അതേ ഇനി സംഭവം അതാണ് ഇപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി. ഇപ്പോൾ ഇഷ്ടം പോലെ കുട്ടികളും ഇതൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനായി. അപ്പോൾ ഇനി സ്കൂൾ തുറക്കുന്ന ടൈമിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാനാണ്. അപ്പോൾ ഇതിന് ഒരു വണ്ടൂർ പഞ്ചായത്തിന് ഒരു നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് നമ്മൾ. ഇനി സ്പോർട്സ്. ജൂണിൽ ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന 5 ടെസ്റ്റുകളുടെ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മൻ ഗില്ലാണ് ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ടീം നായകൻ. ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റനാകും. ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെ കരുൺ നായർ ടെസ്റ്റ് ടീമിലേക്ക് മടങ്ങിയെത്തി. ഷാദുൽ താക്കൂർ, അർഷിത് സിംഗ് എന്നിവരും ടീമിൽ ഇടം പിടിച്ചു. ഗുജറാത്ത് ടൈറ്റൻസിനായി നടത്തുന്ന തകർപ്പൻ പ്രകടനം സായി സുദർശനും ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കാൻ സഹായമായി. ഇനി എന്റർടൈൻമെന്റ്. പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സന്റെ ബയോപിക് വെള്ളിത്തിരയിലേക്ക് എത്താൻ ഇനിയും വൈകുമെന്ന പുറത്തുവരുന്ന വിവരം. പ്രശസ്ത അമേരിക്കൻ ഫിലിം മേക്കർ ആന്റോയിൻ ഫുക്കോ സംവിധാനം ചെയ്യുന്ന മൈക്കിൾ സിനിമയുടെ റിലീസ് തീയതി 2026 നീട്ടി. ഏറെ വിവാദങ്ങൾക്കും റീഷൂട്ടുകൾക്കും ഇടയായതാണ് സിനിമയുടെ റിലീസ് വൈകാനുള്ള കാരണം. ചിത്രത്തിൽ മൈക്കിൾ ജാക്സന്റെ സ്വന്തം അനന്തരവനായ ജാഫർ ജാക്സനാണ് മുഖ്യവേഷത്തിലെത്തുന്നത്. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് ഇന്നു മുതൽ 3 ദിവസം അതീവ ജാഗ്രത. 3 ദിവസത്തേക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം പുറപ്പെടുവിച്ചതോടെയാണിത്. കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ മലപ്പുറം ജില്ലയിലെ പുന്നപ്പുഴയിലെ ചങ്ങാടം ഒലിച്ചുപോയി. ഇതോടെ പുഞ്ചക്കൊല്ലി, ആളക്കൽ നഗർ എന്നിവിടങ്ങളിൽ നിരവധി കുടുംബാംഗങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലുമാണ് മുന്നറിയിപ്പ്. മറ്റന്നാൾ 11 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഇന്ന് കണ്ണൂരും കാസർഗോഡും ഒഴികെ എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. കേരളത്തിൽ പതിവിലും നേരത്തെ ഈ വർഷം കാലവർഷം ആരംഭിച്ചെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. കിഴക്കൻ മധ്യ കൊങ്കൺ മേഖലയിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് ഇതിനു കാരണം. ഇതുമൂലം കേരളത്തിൽ അടുത്ത 3 ദിവസം ശക്തമായ മഴ ലഭിക്കും. അതിനുശേഷം മഴയുടെ അളവിൽ നേരിയ കുറവ് അനുഭവപ്പെടും. ഈ 3 ദിവസം കേരളത്തിൽ മാത്രം 20 സെന്റിമീറ്ററിലധികം മഴ ലഭിക്കും. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് 80ാം പിറന്നാൾ. ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. പിണറായിക്ക് ജന്മദിനാശംസകൾ അറിയിച്ച നിരവധി പേർ. സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് 100 രൂപ കൂട്ടിക്കൊടുക്കാൻ കഴിയാത്ത സർക്കാർ 100 കോടി ചെലവാക്കി ദൂർത്തടിക്കുന്നുവെന്ന് NDA വൈസ് ചെയർമാൻ PK കൃഷ്ണദാസ്. 2016 ശേഷം കേരളം നേരിട്ട ഏറ്റവും വലിയ ദുരന്തമാണ് പിണറായി സർക്കാരെന്നും PK കൃഷ്ണദാസ്. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ വർധന. മെയ് മാസത്തിൽ ഇതുവരെ 273 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ആശങ്ക വേണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ. സംസ്ഥാനത്ത് ഇന്നു മുതൽ 3 ദിവസം അതീവ ജാഗ്രത. 3 ദിവസത്തേക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം പുറപ്പെടുവിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.